അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബരി മസ്ജിദ് മുതൽ വഖഫ് സ്വത്ത് വരെ മുസ്ലിം അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നവകാല സാഹചര്യത്തിൽ ബാഫഖി തങ്ങൾ ഉമ്മത്തിനെ വഴി നടത്തിയ വിധം എന്ന വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെനിക്ക് തൗഫീഖ് നൽകിയ പ്രപഞ്ച പരിപാലകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഞാനിവിടെ ബാഫഖി തങ്ങളുടെ സന്ദേശം കിട്ടി എത്തിയതാണ്. എനിക്ക് ബാഫഖി തങ്ങളെ കാണണം. പറയുന്നത് ഒരു ലീഗുകാരനോ സമസ്തക്കാരനോ അല്ല, മറിച്ച് CPM നേതാവും രാജ്യസഭാംഗവുമായിരുന്ന പിന്നീട് കേരള മുഖ്യമന്ത്രിയുമായ സഖാവ് അച്യുതമേനോനാണ്. ഭരണതകർച്ചയും മുന്നണി മാറ്റവും നിത്യകാഴ്ചയായ ഒരു സംസ്ഥാനത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സർക്കാർ രൂപീകരിച്ചു. ഇതായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. വിനാശത്തിന്റെ പടുകുയിൽ പതിക്കുമായിരുന്ന പതിയ സമൂഹത്തിന് ഹരിതാപമായ പ്രതീക്ഷയാകാൻ വ്യക്തിപ്രഭാവത്തിന്റെ മാസ്മരിതക്കാവുമെന്നതിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജീവിതം തന്നെയാണ് തെളിവ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വൈദേശികാധിപത്യത്തിനെതിരെയുള്ള 1921 മലബാർ സമരവും അതിനു മുമ്പ് മമ്പ്രം സയ്യിദ് അലവി തങ്ങളുടെയും മകൻ ഫസൽ പൂക്കോയ് തങ്ങളുടെയും നേതൃത്വത്തിൽ അരങ്ങേറി വന്ന 55ഓളം യുദ്ധങ്ങൾക്കും സാക്ഷിയായ മലബാറിന്റെ പരിണിത ഫലങ്ങൾ അനിർവചനീയമായിരുന്നു. കലാപകൃതികൾ അവർണ്ണനീയമായിരുന്നു. ഒരു മഹാദുരത്തിന്റെ ദൗർഭാഗ്യ സന്തതികളായി മലബാർ സമൂഹം അധപതിച്ചിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ 1000ഓളം വരുന്ന ബ്രിട്ടീഷ് കാബാലികരുടെ കുഞ്ഞുങ്ങളെ ചുമന്നിരുന്നത് മാപ്പിള സ്ത്രീകളായിരുന്നു. പ്രക്ഷോഭാനന്തരം മലബാറിന്റെ മതസാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം വിഷാദത്തിന്റെ കാലി പടർത്തിയിരുന്നു. പ്രത്യാശയുടെ കിരണമില്ലാതെ അന്തിച്ചു നിന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു അർദ്ധചന്ദ്ര താരാഗിത ഹരിത പതാകയുടെ സ്നേഹദൂതുമായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കടന്നു വന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ ശബ്ദമായിരുന്നു ഖായിദെ മില്ലത്ത്. ഇസ്മായിൽ സാഹിബിന് ശേഷം ഈ സമുദായത്തെ ആയെന്നൊരുക്കുമെന്ന ചോദ്യത്തിലുള്ള ഉത്തരമായിരുന്നു ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. കാര്യവട്ടം സമ്മേളനത്തിലെ തങ്ങളുടെ പ്രസംഗമാണ് പിന്നീട് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാന ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.